നമസ്കാരം. അഗസ്ത്യമുനിയുടെ പാദസ്പർശത്താൽ പരിപാവനമായ നെയ്യാറിൻ്റെ തീരപ്രദേശത്ത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നെയ്യാർ ഡാമിന് സമീപം സ്ഥിതി ചെയ്യുന്ന ദേവപുര ശ്രീ കാലാട്ട് തമ്പുരാൻ ക്ഷേത്രമാണ് ഈ കാണുന്നത്. പുണ്യപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ 250 വർഷത്തോളം പഴക്കം പറയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ 2024 വർഷത്തെ കൊടിതി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന പൊങ്കാലയും രാത്രിയിൽ നടക്കുന്ന കൊടിതിയുടെയും കാഴ്ചകൾ പകർത്താനാണ് ഞാൻ ഈ ക്ഷേത്രനടയിൽ എത്തിയത്. ഇപ്പോൾ രാവിലെ നടക്കുന്ന പൊങ്കാല കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അർദ്ധരാത്രിയിൽ നടക്കുന്ന കൊടിതിയുടെയും മറ്റും കാഴ്ചകൾ മറ്റൊരു എപ്പിസോഡിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ദേവപുര കാലാട്ട് തമ്പുരാൻ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും. ഇദ്ദേഹം പ്രസിഡൻറ്റ്, ഇത് സെക്രട്ടറിയാണ്. അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊന്ന് പറയാമോ? എൻ്റെ പേര് സുഭാഷ് എന്നാണ്. ഈ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറിയാണ്. എനിക്ക് ക്ഷേത്രത്തെക്കുറിച്ച്, ക്ഷേത്രത്തിൻ്റെ നമ്മുടെ വളരെ പൈതൃകമായ ഒരു പാരമ്പര്യമുള്ള ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും എല്ലാം വളരെ പൈതൃകമാണ്. ഇതിൻ്റെ എല്ലാ ചടങ്ങുകളും ചെയ്യുന്നത് നമ്മുടെ ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരാണ്, ട്രൈബൽ ഏരിയയിൽപ്പെട്ടവരാണ് ഇതിൻ്റെ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത്. വളരെ പഴക്കം ചെന്ന ആചാരമാണ്. നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ ക്ഷേത്രത്തിൽ 5 ദിവസത്തെ ഉത്സവമാണ് നടക്കുന്നത്. 5 ദിവസത്തെ ഉത്സവത്തിൽ പ്രധാനമായും നമുക്ക് വിളക്കുകെട്ട്, കൊടിതി, ഇതൊക്കെയാണ് നമ്മുടെ ക്ഷേത്രത്തിലെ പ്രധാനമായ ആചാരങ്ങൾ. ഇത് രണ്ടും നമ്മുടെ ക്ഷേത്രം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇത് കാണുന്നത്. കൊടിതി മഹോത്സവം എന്ന് പറഞ്ഞാൽ അത് ഗംഭീരമായാണ് ഈ നാട്ടുകാർ ഇത് കൊണ്ടാടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിളക്കുകെട്ട് ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ ക്ഷേത്ര ചുറ്റളവിൽ മാത്രം നടത്തിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ അത് വളരെ ഭംഗിയായി ഘോഷയാത്രയും, ഇപ്പോൾ അത് കുറച്ചുകൂടെ ഇതായിട്ട് ചിങ്കാരി മേളത്തോടു കൂടിയൊക്കെയാണ്, വളരെ ഗംഭീരമായാണ് ഇപ്രാവശ്യവും നടത്തിയത്. വളരെ ഭംഗിയായാണ് നമ്മുടെ രീതികളെല്ലാം മുന്നോട്ട് പോകുന്നത്. താങ്കളുടെ പേര്? എൻ്റെ പേര് സിനി എന്നാണ്. പ്രസിഡന്റാണ്, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റാണ്. ഉദ്ദേശം നമ്മളെ ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം, അതായത് പാരമ്പര്യത്തെക്കുറിച്ച് അറിയാൻ കഴിയും. വർഷങ്ങൾക്ക് മുന്നേ ജനിച്ച കാലം മുതലേ ഇതുണ്ട്. പറഞ്ഞിട്ടുള്ള അറിവ് ഏകദേശം 200-250 വർഷത്തോളം പഴക്കമെന്നാണ് പറയപ്പെടുന്നത്. പണ്ട് കാലം തൊട്ടേ ഗോത്രാചാര പ്രകാരമാണ് ഇവിടെ പൂജ നടക്കുന്നത്. കൗളാചാരമുണ്ട്, താന്ത്രികമുണ്ട്. ഇത് രണ്ടും ചേർന്നാണ് നമ്മുടെ ക്ഷേത്രം. യഥാർത്ഥ കൗളാചാരം എന്ന് പറയുന്നത് വ്യത്യസ്തമായ നമ്മുടെ ഈ കൊടിതിയും അതുമെല്ലാം കൗളാചാരവും. താന്ത്രികം എന്ന് പറയുന്നത് നമ്മുടെ ഗണപതി ഹോമവും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് താന്ത്രികമായിട്ട്. 2 ആചാരവും നമ്മളിവിടെ നടത്തുന്നത്. ഈ അടുത്ത കാലത്താണ് ഈ താന്ത്രികത്തിൽ ഒരല്പം കൂടി ഇതിന് പ്രാവീണ്യം വന്നത്. അപ്പോൾ ഗണപതി ഹോമം ചെയ്യുന്നത് മറ്റുള്ളവർ നമ്മുടെ ക്ഷേത്ര ജ്യോത്സ്യർ എന്ന് പറയുന്നത് മച്ചൻ പത്മകുമാറാണ്. അതുകൊണ്ട് 2 രീതിയിലുള്ള കൗളാചാരവും നമ്മുടെ ക്ഷേത്രത്തിൽ കൗളാചാരവും ഉണ്ട്, താന്ത്രികം.
പേര് സദാനന്ദൻ എന്നാണ്. സദാനന്ദൻ കാണി അല്ലേ? അതെ. ഇദ്ദേഹമാണ് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ സ്ഥിരം പൂജ. ദേവപുര കാലാട്ട് തമ്പുരാൻ ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ കാണി സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ആചാരം അല്ലെ, ഗോത്ര ആചാരപ്രകാരം പൂജ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. എല്ലാ ആഴ്ചയും ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിലും, പിന്നെ 1-ാം തീയതിയും, അത് കഴിഞ്ഞ ആയില്യത്തിലും, ഈ ദിവസങ്ങളിലാണ്, പിന്നെ പ്രധാന വിശേഷ ദിവസങ്ങളിലുമാണ് ഇവിടെ പൂജ നടക്കുന്നത്. ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ഒരു ഊട്ടുപൂജ എന്ന് തുടങ്ങിയെന്ന് പറയുന്നു. എന്താണ് ഈ ഊട്ടുപൂജ? അതിന്റെ പ്രത്യേകത എന്താണ്? ഊട്ടുപൂജ എന്ന് പറഞ്ഞാൽ പറഞ്ഞോളൂ. നമ്മൾ ഭഗവാന് ഇപ്പോഴാണ്, മുമ്പാണെങ്കിൽ ഞങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ചുട്ടും അവിച്ചും നൽകിക്കൊണ്ടിരുന്നു. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് പലഹാരങ്ങളുണ്ടാക്കി എല്ലാ മാസത്തിലും ആഴ്ചയിൽ ഒരു ദിവസം, അല്ല മാസത്തിൽ ഒരു ദിവസം, അവസാനത്തെ ഞായറാഴ്ച ദിവസമാണ് ഇവിടുത്തെ ഊട്ടുപൂജ. അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ വിഭവങ്ങൾ കൊടുക്കുന്നത്? വിഭവങ്ങൾ കൊടുക്കുന്ന പലഹാര ഐറ്റങ്ങൾ ഏകദേശം എല്ലാ പലഹാരങ്ങളും 10-15 ഐറ്റം പലഹാരം. അത് നിങ്ങൾ മേടിക്കുന്നതാണോ അതോ ഇവിടെ സ്വയം നിർമ്മിക്കുന്നത്? ഇവിടുത്തെ പിന്നെ ഊട്ടുപുരയിൽ തന്നെ ഉണ്ടാക്കി ഊട്ടുപൂജ നടത്തും.
ഉടൻ തന്നെ സമൂഹ സദ്യ ആരംഭിക്കും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഈ ചെമ്പകം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കുറേ ഭാഗം പട്ട് നീക്കുന്നു, ബാക്കി കുറച്ച് ഭാഗം തിളിർത്ത് നീക്കുന്നു. ഈ ചെമ്പകം കണ്ടാൽ തന്നെ അറിയാം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നറിയാം. ഈ ചെമ്പകത്തിനെ കുറിച്ച് ഇപ്പോൾ ചേട്ടന് കൂടുതൽ അറിയാമെന്ന് തോന്നുന്നു, ഉള്ള പ്രായം കൂടിയ ആൾ ഒന്ന് പറയാം. ഈ ചെമ്പകത്തിന് എത്ര വർഷത്തെ പഴക്കം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്ന് വെച്ചാൽ നമ്മുടെ മുൻ തലമുറകൾ ജീവിച്ചിരുന്നപ്പോഴേ കാലഘട്ടത്തിലുള്ളതാണ്. അത് ഇപ്പോഴും ഈ രണ്ട് കൊമ്പ് ഇങ്ങനെ പട്ടുപോയെങ്കിലും ഇത് ഉത്സവകാലമാകുന്നപ്പോൾ ഇത് തിളിർക്കുകയും ഉത്സവം കഴിഞ്ഞ് ഒരു 8 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ഇല പൊഴിയുകയും ചെയ്യും. അങ്ങനെ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇതിൻ്റെ ചുവട്ടിൽ എപ്പോഴും പൂ പറക്കാൻ ആളുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചെമ്പകത്തിനെ കുറിച്ച് പറയുമ്പോൾ പണ്ടൊരു നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ ഈ ഏകദേശം കാട്ടാക്കട മുതൽ അമ്പൂരി ഇവിടെ എല്ലാം ഉള്ള വിളക്ക് കെട്ടുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഹാരത്തിനുള്ള പൂവാണിത്. അപ്പോൾ ഈ നിറച്ച് എല്ലായിടവും പൂക്കട അതൊക്കെ അതിനുശേഷം ഇങ്ങോട്ട് ആരും വരാറുമില്ല. ഇപ്പോൾ ഒരു 3-4-5 വർഷം കൊണ്ട് നമുക്ക് ഇതിൻ്റെ പൂ അധികമായിട്ട് കാണാൻ കഴിയുന്നതല്ലാതെ അളതെടുക്കാനൊന്നും കിട്ടാറില്ല. അത് കാലപ്പഴക്കം എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ അമ്മൂമ്മമായിട്ട് ചോദിച്ചാൽ പോലും ഇതിൻ്റെ കാലപ്പഴക്കം നമുക്ക് അറിയാൻ കഴിയും. അത്രയും പഴക്കമുള്ളൊരു മരമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അതിൻ്റെ വാർദ്ധക്യ സഹജമായ അസുഖം കൊണ്ട് അത് കുറേശ്ശെ ഇങ്ങനെ മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കാലാട്ട് തമ്പുരാൻ ക്ഷേത്രത്തിൽ ഇവിടുത്തെ നേർച്ചകൾ എന്തൊക്കെയാണ്? ഇവിടെ പട്ട്, കോഴി, പിന്നെ കുല ഇതൊക്കെയാണ് ഇവിടുത്തെ പശുക്കന്ന്, കാളക്കന്ന്, ആട് ഇതൊക്കെയാണ് കൂടുതലായി ഇവിടെ ആളുകൾ നേർച്ച ചെയ്യുന്നത്. പിന്നെ എല്ലാ സാധനവും നമ്മുടെ ഹിന്ദു വിശ്വാസപ്രകാരമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വയ്ക്കാറുണ്ട്. ഇവിടുത്തെ മെയിൻ എന്ന് പറയുമ്പോൾ സ്പെഷ്യലി എന്ന് പറഞ്ഞാൽ കോഴി, ആട്, കന്ന് എല്ലാമാണ്. പിന്നെ നമ്മൾ ഈ വിശേഷ ദിവസങ്ങളിൽ പണ്ട് ചാരായം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. മദ്യം ഞാനത് ചോദിക്കാൻ കാരണം കാലാട്ടുമാടൻ എന്ന് പറയുമ്പോൾ വനത്തിൻ്റെ അധിപനാണ്. ഏറ്റവും കൂടുതൽ കാലാട്ടുമാടനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ മദ്യം വഴിപാടാണ്. അത് ഉണ്ടോ? ഉണ്ട്. ഉറപ്പായിട്ട് ഇവിടുത്തെ വിശേഷ ദിവസങ്ങളിൽ അതായത് ചെറിയ അളവിൽ വിശേഷം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് കൊടുതി എപ്പോഴും വെച്ചില്ലെങ്കിലും കൊടുതി സമയത്ത് ഒരു ചെറിയ രീതിയിലെങ്കിലും അളവ് മദ്യം വെക്കുക. ഉച്ചയ്ക്കുള്ള സമൂഹ സദ്യയോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അർദ്ധരാത്രിയിൽ നടക്കുന്ന കൊടിതിയുടെയും തിളച്ചൽ മഞ്ഞൾ നീരാട്ടിൻ്റെയും പൂപ്പടവാരലിൻ്റെയും ഗുരുസിയുടെയും ഒക്കെ കാഴ്ചകളും ആയി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.